ക്യാൻസറിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് കമന്റ്സ് വന്നത്. 4th സ്റ്റേജിലും ക്യാൻസർ ചികിത്സിക്കരുതെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ മൂഢത്തരമാണ്, തെറ്റിദ്ധാരണ. 4th സ്റ്റേജിലും നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് സുഖമാക്കി എടുക്കാൻ പറ്റുന്ന ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ക്യാൻസറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ അടിയിൽ ഒത്തിരി കമൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം 4th സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ക്യാൻസറിനെതിരെ നമ്മളൊന്നും ചെയ്യേണ്ട, ക്യാൻസറിന് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് കമൻസ് വന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പങ്കുവെക്കണം തോന്നി. അതായത് 4th സ്റ്റേജിൽ നമ്മൾ ക്യാൻസർ ചികിത്സിക്കണോ വേണ്ടയോ? നമ്മൾ ശരിക്കും പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചികിത്സിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ക്യാൻസറിനെ നമുക്ക് പരിപൂർണമായിട്ട് തന്നെ മാറ്റാൻ പറ്റും. അതായത് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ഇങ്ങനെയൊക്കെയാണ് ക്യാൻസറിൻ്റെ ഓരോ സ്റ്റേജുകൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ക്യാൻസർ നമുക്ക് വരുന്നതിന് മുമ്പ്, അതായത് നമുക്ക് പാരമ്പര്യ ഘടകങ്ങൾ ഉണ്ടാകാം ക്യാൻസറിന്. പിന്നെ നമുക്കൊരു ഏജ് ആയി കഴിഞ്ഞ ശേഷം, അതായത് നമ്മൾ ഒരു 40+ അല്ലെങ്കിൽ ഒരു 35+ ഒക്കെ ആയി കഴിയുമ്പം നമ്മൾ ശരിക്കും നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് നമുക്ക് ഇനി ഭാവിയിൽ ക്യാൻസർ വരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരു 5 വർഷം കൂടുമ്പം നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യാം, അല്ല എല്ലാ വർഷമാണേലും നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്യാം. അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും നമുക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ, അതായത് പാരമ്പര്യ ഘടകങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഓരോ വ്യക്തിയും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കണം. കാരണം പിന്നെ നമുക്ക് പഴയ ചികിത്സാ രീതികളല്ല, പഴയ കാലങ്ങളിൽ ക്യാൻസർ ഇത്രത്തോളം ഇല്ലായിരുന്നു. ഇന്ന് ശരിക്കും നമ്മൾ പനി പോലെ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ക്യാൻസർ. അപ്പോൾ പഴയ കാലങ്ങളിൽ ഇത്ര ഇല്ലായിരുന്നു എന്നതിനേക്കാളും ക്യാൻസർ ഏറ്റവും വലിയ ഭീതികരമായ ഒരു സംഭവമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. കാരണം അന്നത്തെ ട്രീറ്റ്മെൻറ്റും ഇത്രത്തോളം വികസിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പഴയ കാലങ്ങളിൽ നമുക്ക് ഒത്തിരി സാമ്പത്തികമുള്ളവർ വിദേശത്തൊക്കെ പോയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് തിരിച്ചു വരും. പക്ഷേ കേരളത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിലോ ഒന്നും അത്രത്തോളം നൂതനമായ ഒരു ചികിത്സാ രീതിയൊന്നും ലഭ്യമല്ല. പക്ഷേ ഇന്ന് ഏത് ക്യാൻസറിനും നമുക്ക് ചികിത്സാ മാർഗങ്ങളുണ്ട്. അതായത് നമുക്ക് കേരളത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചികിത്സാ മാർഗങ്ങളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. പിന്നെ സാധാരണ കീമോ അല്ല റേഡിയേഷനോ ഇതൊന്നും അല്ലാതെ ഇപ്പോഴത്തെ സ്റ്റേജ് 4 ആണെങ്കിൽ വരെ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂതനമായ മാർഗങ്ങളുണ്ട്. അതായത് സ്റ്റേജ് 1ലും സ്റ്റേജ് 2ലും നമ്മൾ ക്യാൻസർ കണ്ടെത്തിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ സ്റ്റേജ് 3ലും സ്റ്റേജ് 4ലും ക്യാൻസർ കണ്ടെത്തിയാൽ, അതായത് പിന്നെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുമോ, എന്തിനാ ചികിത്സിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടി, അതായത് 3, 4 എന്ന് പറഞ്ഞ സ്റ്റേജുകൾ നമുക്ക് ഈ ക്യാൻസർ ആ ഒരു ഭാഗത്ത് മാത്രമല്ല കുറച്ചും കൂടെ സ്പ്രെഡായിട്ടുണ്ടാകാം, ശരീരഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഓരോ ക്യാൻസറിനും ഓരോ രീതികളാണ്. ഭൂരിപക്ഷം ക്യാൻസറും സ്റ്റേജ് 4ൽ വരെ നമുക്ക് ചികിത്സിച്ച് സുഖമാക്കാൻ കഴിയും എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയണ കാര്യങ്ങൾ. സാധാരണയായി നമ്മൾ കണ്ടുവരുന്ന ക്യാൻസറുകൾ, അതായത് ശ്വാസകോശ ക്യാൻസർ ഭൂരിപക്ഷം ആൾക്കാർക്ക് വരുന്നതാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, സ്ത്രീകൾക്കൊക്കെ ശരിക്കും ഭൂരിപക്ഷം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറാണ് വരുന്നത്. പിന്നെ കുടലിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, ഇതെല്ലാം 4ാമത്തെ സ്റ്റേജിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതായത് നമ്മൾ ഈ 4th സ്റ്റേജിൽ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഒത്തിരി കാലഘട്ടങ്ങൾ നമുക്കിത് കൺട്രോൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നതാണ്. പിന്നെ ബ്ലഡ് ക്യാൻസർ പോലത്തെ, അതായത് ലിംഫോമ പോലത്തെ ക്യാൻസർ, ബ്ലഡിൽ വരുന്ന ക്യാൻസറാണ്. അതൊക്കെ നമുക്ക് 4th സ്റ്റേജിലും നമുക്ക് ട്രീറ്റ് ചെയ്ത് നമുക്ക് സുഖമാക്കി എടുക്കാൻ പറ്റുന്ന സംഭവം. ഇതൊന്നും നമ്മൾ പേടിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വൃഷ്ണങ്ങളിലെ ഉണ്ടാകുന്ന ക്യാൻസർ ഉണ്ട്, അതെല്ലാം 4th സ്റ്റേജ്. ഇതൊന്നും ഒരു ടെൻഷനുള്ള ആവശ്യമൊന്നുമില്ല. ഇതൊന്നും എല്ലാം 4th സ്റ്റേജിൽ തന്നെ നമുക്ക് സുഖപ്പെടുത്താൻ പറ്റുന്നതാണ്. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ശരിക്കും 4ാമത്തെ സ്റ്റേജിലാണെങ്കിലും ഒന്നും പേടിക്കേണ്ട, പലതരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസറുകളുണ്ട്. പക്ഷേങ്കിൽ 4th സ്റ്റേജിലും പരിപൂർണമായിട്ട് തന്നെ സുഖപ്പെടുത്താൻ പറ്റും. പരിപൂർണമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, നമുക്ക് ലൈഫ് ഒത്തിരി കാലം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കാരണം നമ്മൾ ഈ ക്യാൻസർ ഉണ്ടെങ്കിലും ക്യാൻസർ ഇല്ലെങ്കിലും നമുക്കൊക്കെ എത്ര ലൈഫ് ഉണ്ടെന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഇത് ഒത്തിരി കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ 4th സ്റ്റേജിലും ക്യാൻസറിനെ ചികിത്സിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ ഇമ്മ്യൂണോതെറാപ്പി നേരത്തെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അഫോർഡബിൾ ആണ്. അതൊന്നും നമുക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ സ്ഥാനാർബുദത്തെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ, അതായത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റേജ് 1, സ്റ്റേജ്
2, സ്റ്റേജ് 3, സ്റ്റേജ് 4 എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഒന്നാമത്തെ സ്റ്റേജിൽ 2 സെൻറ്റിമീറ്ററിൽ താഴെയുള്ള മുഴകൾക്കാണ് നമ്മൾ സ്റ്റേജ് 1 ക്യാൻസർ എന്ന് പറയുക. അതായത് നമ്മുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഇത് പടർന്നിട്ടില്ല, നമ്മുടെ ശരീരത്തിൽ അല്ല നമ്മുടെ ബ്രസ്റ്റിൽ ശരിക്കും ഒരു 2 സെൻറ്റിമീറ്റർ താഴെയുള്ള ഒരു മുഴയാണെങ്കിൽ നമ്മൾ സ്റ്റേജ് 1 എന്ന് പറയും. അത് സ്റ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മുതൽ 5 സെൻറ്റിമീറ്റർ വരെയുള്ള മുഴകൾ ഉണ്ടാവാം. പക്ഷെ ചിലപ്പോൾ ആ മുഴ നമുക്ക് കഷത്തിലെ കഴലകളിലേക്ക്, അതായത് നമ്മുടെ ഈ കഷത്തിൻ്റെ ഈ ഭാഗത്തേക്കുള്ള കഴലകളിലേക്കും കൂടി ഇത് വ്യാപിച്ചിട്ടുണ്ടാകാം. അതിന് നമ്മൾ സ്റ്റേജ് 2 എന്ന് പറയും. സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്യൂമർ, അതായത് നമ്മൾ ബ്രസ്റ്റിൽ വരുന്ന ചെറിയ തടിപ്പ്, ആ ട്യൂമർ 5 സെൻറ്റിമീറ്ററിൽ കൂടുതൽ നമുക്ക് ശരിക്കും വലിപ്പം ഉണ്ടാകും. അല്ലെങ്കിൽ തൊലിപ്പുറമെ ചിലപ്പോൾ അത് തൊലിപ്പുറമെ കളർ ചേഞ്ച് ഉണ്ടാകാം, പിന്നെ തൊലിക്ക് ചുളുക്കം ഉണ്ടാകാം, ചിലപ്പോൾ നമ്മുടെ നിപ്പിൾസിന് ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഉൾവലിഞ്ഞ പോലെ ഉണ്ടാവാം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സ്റ്റേജ് 3യിലും സ്റ്റേജ് 4ലും നമുക്ക് വരും. പിന്നെ സ്റ്റേജ് 4 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിൽ മാത്രമായിരിക്കില്ല, പല ഭാഗങ്ങളിലേക്കും ഇത് പടർന്നിട്ടുണ്ടാവാം. പക്ഷേ ഇതൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഈ ഒരു സംശയത്തിന് മറുപടി എനിക്കിത് പറഞ്ഞേ പറ്റൂ. കാരണം എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിൽ, അല്ലാതെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ ചിന്തയുണ്ട്. കാരണം ക്യാൻസർ സ്റ്റേജ് 4 ആണെങ്കിൽ ഒരിക്കലും ചികിത്സിക്കാൻ പാടില്ല, ചികിത്സിച്ചിട്ട് കാര്യമില്ല, അതായത് നമ്മൾ മരിച്ചു പോകുന്നത് അർത്ഥം. അതൊന്നുമല്ല, ഇന്നെല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ടതായ ഒരു കാര്യങ്ങളുമില്ല. പിന്നെ ഒത്തിരി ആൾക്കാർ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്, പേഴ്സണലായിട്ട് വിളിച്ച് പറയുന്നുണ്ട്, ഒരു ക്യാൻസർ വന്നു, നിങ്ങൾ എന്തിനാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അധികം പൈസ കളയുന്നത്? എന്തിനു നിങ്ങൾ കീമോ ചെയ്യുന്നു? എന്തിനു നിങ്ങൾ ഇമ്മ്യൂണോതെറാപ്പി ചെയ്യുന്നു? ഇത് ഹോസ്പിറ്റലുകാർ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ? നമുക്ക് പച്ചമരുന്നുകൾ ഇന്ന് കിട്ടുന്നുണ്ട്. ഈ പച്ചമരുന്ന് നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ക്യാൻസറിനെ സുഖപ്പെടും. അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി അറിവില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ശരിക്കും ഒരു ക്യാൻസർ സെല്ലിനെ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കണമെങ്കിൽ നമുക്ക് കീമോ വേണം, റേഡിയേഷൻ വേണം, ഓപ്പറേഷൻ വേണ്ട സാണെങ്കിൽ ഓപ്പറേഷൻ വേണം. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം ഇമ്മ്യൂണോതെറാപ്പി വേണ്ട ഒരു സംഭവമാണെങ്കിൽ ഇമ്മ്യൂണോതെറാപ്പി വേണം. അതായത് ക്യാൻസർ 4th സ്റ്റേജിനും ക്യാൻസർ ചികിത്സിക്കണം. നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട. ഈ ക്യാൻസർ നമ്മൾ 4th സ്റ്റേജിൽ നമ്മൾ ചികിത്സിച്ചാലും നമ്മൾ ഓക്കെ ആയിട്ടിരിക്കും. ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോകട്ടെ. അതുകൊണ്ട് ഈ സംശയത്തിനുള്ളൊരു മറുപടി ആക്കട്ടോ ഞാൻ പറയുന്നത്. ഇതിന് വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഈ 4th സ്റ്റേജിലും ക്യാൻസർ ചികിത്സിക്കരുതെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ മൂഢത്തരമാണ്, തെറ്റിദ്ധാരണയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.